താക്കോൽ എന്തിനാന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെല്ലാവരും വരിക്കുന്നത് തുറക്കാനല്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഒന്ന് തുണയായിട്ട് വായിച്ചേ. 22:22 തോന്നുന്നു. ആ വാക്യത്തിൽ ഇങ്ങനെ ഒരു താക്കോലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ആരുടെ തോളിൽ? എലിയാക്കീമിനോട് പറയുകയാണ്, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ നിന്റെ തോളിൽ, അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടക്കിയില്ല. അടുത്തത്, അവൻ അടച്ചാൽ. വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ദാവീദിന്റെ താക്കോൽ. അവിടെ എലിയാക്കീമിനോട് പറയുന്നു ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ. ഇവിടെ പറയുന്നത് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിന്റെ താക്കോൽ. എന്താണ് ഈ താക്കോൽ? എന്നെ ഒന്ന് നുകർന്ന് നോക്കി എല്ലാവരും. എന്താണ് ഈ താക്കോൽ? ഇത് തന്നെയാണ് പത്രോസിനോടും പറയുന്നത്. ഞാൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഈ താക്കോൽ എന്ന് പറയുന്ന യഹൂദന്മാർക്ക് മനസ്സിലാകും. താക്കോൽ കണ്ടോ, ആദ്യം വായിച്ച യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് താക്കോൽ തോളിൽ വെക്കുമെന്ന്. എത്ര പേര് ഇന്ന് വീട്ടിൻ്റെ വാതിൽ പൂട്ടി താക്കോൽ തോളിൽ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്? തോളിൽ വെക്കാൻ വേണ്ടി ഉള്ള താക്കോലുള്ളവരെന്ന് കൈവെക്കാവും. നമ്മുടെ ഇരിപ്പ് കണ്ട വലിയ താക്കോലുള്ളവരാണെന്ന് പറഞ്ഞുള്ള ഇരിപ്പാണ്. തോളിൽ വെക്കാൻ പറ്റിയ വലിയ താക്കോലുള്ള ആരും ഇവിടെ. പക്ഷെ അന്നത്തെ ഒരാളുടെ തോളിൽ ഒരു താക്കോൽ വെച്ചു കൊടുത്താൽ അവൻ അധികാരമുണ്ടെന്നാണ് കാണിക്കുന്നത്. അധികാരമുണ്ടെന്ന്. എന്നിട്ട് എലിയാക്കീമിന് താക്കോൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ, തോളിൽ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ദാവീദിന്റെ അധികാരം ഞാൻ ആർക്കൂടെ കൊടുക്കും? പിടുത്തം കിട്ടുന്നുണ്ടെന്ന് എനിക്കൂടെ പിടുത്തം കിട്ടണം. ദാവീദ് ആരാണ്? രാജാവ്. ദാവീദ് ആരാണ്? രാജാവ്. രാജാവിന്റെ അധികാരം. ഇനി യഹൂദ വംശത്തിൽ പറഞ്ഞവനാണ് ക്രിസ്തു. അതുകൊണ്ട് ആ അധികാരം ദാവീദിനോട് പറഞ്ഞു, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, ആർക്കും മാറ്റാൻ പറ്റാത്ത ചെങ്കോൽ. അത് ക്രിസ്തുവിനെ കുറിച്ചുകൂടെ പ്രവചനാർത്ഥത്തിൽ പറഞ്ഞൊരു വാക്കാണ്. ഇനി എന്നെ ശ്രദ്ധിച്ചേ, അധികാരം. അതിന് എന്നെ പത്രോസിനോട് പറഞ്ഞെന്നറിയാമോ? തുറക്കാനുള്ള താക്കോലല്ല, അധികാരം ഞാൻ കൈമാറുന്നു. തുറക്കുന്നത് നമ്മളല്ല. പത്രോസ് ഒരിടത്തും തുറന്നിട്ടില്ല. ചിലർ പ്രസംഗിക്കാൻ പറയും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് താക്കോൽ വെച്ച് തുറന്നു. ഒന്നുമില്ല. അതിനു മുമ്പേ തുറന്നു. പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിന്നീട് എഴുന്നേറ്റ് പ്രസംഗിക്കുന്നത്. അതിനു മുമ്പേ സ്വർഗം തുറന്നു, ആത്മാവ് ഇറങ്ങി, ആത്മാവ് നിറഞ്ഞു. മനസ്സിലായവർ മാത്രം ശക്തിയോടെ ഹല്ലേലൂയ പറയട്ടെ. പത്രോസ് തുറന്നിട്ടില്ല. സഭ തുറന്നത് പത്രോസ് അല്ല. സഭ തുറക്കാൻ സഭയുടെ താക്കോൽ കൊടുത്തിട്ട് അതിലേക്ക് തുറക്കാൻ ആർക്കും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. അത് പുത്രന്റെ കയ്യിൽ, ദൈവത്തിന്റെ കയ്യില. പിന്നെ എന്താ സഭയ്ക്ക് കൈമാറിയത്? അധികാരം. സഭയ്ക്ക് കൈമാറിയത് അധികാരം. പാതാള വാതിലിനെ ജയിക്കാനുള്ള അധികാരം. സഭയ്ക്കെതിരെ തടസ്സമായി നിൽക്കുന്നവയെ ജയിക്കാനുള്ള അധികാരം. നിനക്കെതിരെ ഉയരുന്ന അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തടഞ്ഞു വെക്കുന്നവയെ ജയിക്കാനുള്ള അധികാരം. നിന്റെ തലമുറയെ പാതി വഴി തടയുന്നതിന് ജയിക്കാനുള്ള അധികാരം. എന്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരെ, നിങ്ങളുടെ ഭാവിക്കെതിരെ തടഞ്ഞു വെക്കുന്നതിനെ ജയിക്കാനുള്ള അധികാരം ഓ നസ്രേനായ യേശു ക്രിസ്തു നിങ്ങളുടെ കൈമേൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ. സ്വർഗരാജ്യത്തിന്റെ താക്കോല് വല്ലതും നമ്മുടെ കയ്യിൽ തന്നേച്ച്, അല്ലെ പത്രോസിന്റെ കയ്യിൽ തന്നിട്ട് തുറക്കാനാ പറഞ്ഞിരുന്നെങ്കിൽ, അഴിക്കാനാ പറഞ്ഞേക്കുന്നത്, കെട്ടാനാ പറഞ്ഞേക്കുന്നത്. തുറക്കാനാ പറഞ്ഞെങ്കിൽ നമുക്ക് ഇഷ്ടക്കാർ വരുമ്പോൾ തുറക്കും, ഇഷ്ടക്കാർ വരാത്തപ്പോൾ അടയ്ക്കും. ഉണ്ടോ എല്ലാവരും? കർത്താവ് ചെയ്തില്ല അത്. എനിക്ക് ആരുടെ മുമ്പിൽ വാതിലടയ്ക്കാൻ, നിങ്ങൾക്ക് ആരുടെ മുമ്പിൽ വാതിലടയ്ക്കാൻ ദൈവം അധികാരം തന്നിട്ടില്ല. വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെട്ടേച്ച് ഒരു പരുവത്തിൽ വന്ന സഭ, ഞാൻ ചിലരെ വരുന്നതേ കണ്ണു തുറന്ന് നോക്കത്തില്ല.
പോകുന്നത് ഒട്ടും നോക്കത്തില്ല. എൻ്റെ ആത്മീയ ആവേശം കെടാതിരിക്കാൻ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ നിങ്ങളെ കണ്ടാൽ ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്തൊരു അധികാരം വേണം. എത്ര കൊട്ടി അടയ്ക്കുന്ന വാതിലുകളെ പൊളിക്കാൻ, അതിനെ പ്രതിരോധിക്കുന്ന, തടസ്സം വരുന്നവരെ ജയിക്കാൻ കഴിയുന്ന ഒരധികാരം സ്വർഗം എനിക്ക് തന്നിട്ടുണ്ട്.